ബിഗ് ബോസ് മലയാളം സീസൺ 70 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടനും കൂടി അമർത്തണേ. പുതിയ ചാനലാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെറിയ ടൈമിനുള്ളിൽ കുത്തി നിറച്ച് തരുന്നതാണ്. നിങ്ങളുടെ ടൈമൊക്കെ കളയാതെ തന്നെ നോക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇവരിവിടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻസി ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യനും അനുമോളും അതുപോലെ സാബുമാനുമാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ കയറ് പിടിച്ച് നടക്കുന്നത്. കയറ് പിടിച്ച് നടക്കുക എന്നാണ് അവരുടെ ഗെയിം. ആ സമയത്ത് കൈ വിടാൻ പാടുകയില്ല, കൈ മാറ്റാൻ പാടില്ല. അപ്പോൾ ഒരാൾ നടക്കുമ്പോൾ മറ്റൊരാൾ പിന്നാലെ പോകുക വേണം. അപ്പം ഇങ്ങനെ ലക്ഷ്മി പറയുന്നത് എന്തൊരു ഷോക്കാണിത്, ഭയങ്കര ബോറടിക്കുന്നില്ല നിങ്ങൾക്ക്, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രകോപിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരും പറഞ്ഞു ശരി ശരി നടക്കാൻ റെഡിയാണോ നിങ്ങൾ? അപ്പോൾ നടക്കാൻ റെഡിയാണ് സാബുമാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനുമോൾ പറയുന്നത് എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് ഷൂ ഇടണം എന്ന് പറയുന്നുണ്ട്. ശരി എന്നാൽ ഷൂ ഇട്ടിട്ട് വരുന്നിട്ട് ഷൂ ഇടാൻ പോകുന്നു, അന്ന് നമുക്ക് ഓടാമെന്ന് പറയുന്നത്. അപ്പോൾ സാബുമാനും അനുമോളും പറയുന്നത് അയ്യോ വെയിലത്തൊന്നും ഓടാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആര് പറയുന്നത് നിങ്ങൾ എന്താണ് ഇങ്ങനെ, നമുക്ക് ഒരു ടാസ്ക് എന്നുള്ളതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ രസകരമാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാബുമ്മ ചോദിക്കുന്നത് നിങ്ങൾ പരസ്പരം ചൊറിയുന്ന ആൾക്കാരാണല്ലോ അനുമോളും ആര്യനും, ഇപ്പം എന്താ നിങ്ങൾ അത് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ നല്ല സുന്ദരിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ആര്യം ഇങ്ങനെ വട്ടാക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഒരു വരി വലിച്ചിട്ടുണ്ട്. അപ്പോൾ അനുമോൾ എന്നിട്ട് പുറക്കെ പറയുന്നത് എൻ്റെ ദേഹത്ത് തൊടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പല പ്രാവശ്യം പറഞ്ഞിട്ട് എൻ്റെ ദേഹത്ത് തൊടരുതെന്ന്, ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്നിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊട്ടിട്ടില്ല അത് ഈ നോക്കൂ ഇത്ര ഗ്യാപ്പേ ഉള്ളൂ, ഈ കയറുമ്പോൾ ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഒരു കൈമ പിടിച്ച് കഴിഞ്ഞാൽ മറ്റേ ഭാഗത്ത് പിടിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊടേണ്ടി വരും, അതിനൊക്കെ ഇപ്പോൾ ഇത്ര പ്രശ്നമാണെന്ന് കാര്യം പറയുന്നുണ്ട്. ഇത് നീ മനഃപൂർവ്വം ടച്ച് ചെയ്തതാണ് ക്യാപ്റ്റൻ, അതിലെ വരുന്നു മനഃപൂർവ്വം ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതിലെ നൂറേയും കൂട്ടിയിട്ട് പറയുന്നു നിങ്ങളെന്താ മനഃപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ട് ടച്ച് ചെയ്യുന്നത്, ആരും അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. ആരും പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തതല്ല, നോക്കൂ ഇത്ര ഗ്യാപ്പിൽ ഞങ്ങൾ നിൽക്കുന്നത്, അപ്പോൾ എന്തായാലും ടച്ച് ചെയ്യേണ്ടി വരില്ലേ എന്ന് പറഞ്ഞു. ആ വീട് ഒരു ചന്ത പരിവാക്കിയിട്ട് നിർത്തിയിരിക്കുന്നത് ആദിലയും അനീഷും കൂടിയിട്ടാണ്. ഇവിടെ ആര്യനും അനുമോളും കൂടി പൊരിഞ്ഞടി, അപ്പുറത്ത് ആദിലയും അനീഷും കൂടി പൊരിഞ്ഞടി. ആദില ഇപ്പോൾ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വീണ്ടും അടി നടക്കുകയാണ്. ഒരു അടിയെക്കുറിച്ച് ഞാൻ ഇട്ടിരുന്നു, രണ്ടാമത്തെ അടി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് PR വർക്കിനെ കുറിച്ചിട്ട്. ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആരുടെ ചോദിച്ച് ക്ലോസ് ചെയ്തതാണ്. ഈ ആദിലയും വെറുതെ ഒന്നല്ല സാബുമ്മ പറഞ്ഞത്, ഈ പഴയ കാര്യങ്ങളെടുത്ത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ്, ഏതോ 1947 നടന്നതൊക്കെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, വെറുതെ ഒന്നല്ല. ഇപ്പോൾ നോക്കിയൊക്കെ PR ഉണ്ട്, നിങ്ങളുടെ നെൽപ്പാടം വിട്ടിട്ടാണ് PR പൈസ കൊടുത്തത്. അപ്പോൾ പറയുന്നുണ്ട് ബിഗ് ബോസേ എൻ്റെ നെൽപ്പാടം വിട്ട് എന്തെങ്കിലും തെളിവ് വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തു വിടൂ, എൻ്റെ പ്രേക്ഷകരെങ്കിലും അറിയട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഥവാ അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ അതിലെ ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവോ എന്ന് ചോദിക്കുന്നുണ്ട് അനീഷ്. ഞാൻ തന്നെ നിങ്ങളുടെ മണ്ടത്തരത്തിന് ഞാൻ തന്നെ ക്വിറ്റ് ചെയ്ത് പോകുന്നു. നെവിൻ തന്നെ ഇതുപോലെ മണ്ടത്തരം ചെയ്തിട്ട് ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞതാണ് അടുത്ത തനി മണ്ടലാണ്, ആ സമയത്ത് ഞാൻ തന്നെ ക്വിറ്റ് ചെയ്ത് പോകുന്നു, നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിലെ പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ കാശ് കൊടുത്തത് PR കാശ് കൊടുത്തത് നിങ്ങൾ